കേന്ദ്ര ലേബർ കോഡ് വിഷയത്തിൽ ശക്തമായ എതിർപ്പ് സംസ്ഥാനം തുടരുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി 2021 കരട് ചട്ട വിജ്ഞാപനത്തിൽ സർക്കാർ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരട് ചട്ട വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള മലയാള മനോരമയുടെ ശ്രമം വിലപ്പോകില്ലെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡിൽ സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ വിയോജിപ്പ് തുടരും. സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെയാണ് കേന്ദ്രം ഇതിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം അറിയിച്ചു തന്നെ മുന്നോട്ടു പോകാനാണ് കേരളത്തിന്റെ തീരുമാനമെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതി വരുന്ന അവസരത്തിൽ, നിലവിലുള്ള നിയമം റദ്ദ് ചെയ്യുന്ന അവസരത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദയാണ്. പക്ഷേ അതൊന്നും പാലിക്കാതെ നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. 2021 കരട് ചട്ടം സംസ്ഥാനത്ത് വിജ്ഞാപനം ചെയ്തിരുന്നു എന്നുള്ള മലയാള മനോരമയുടെ വാർത്തയ്ക്കും മന്ത്രി കൃത്യമായ മറുപടി നൽകി. അവർ കരട് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ തുറന്ന് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ആ കരടിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു മാധ്യമം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നാളെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാനം ലേബർ കോഡിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം വീണ്ടും കേന്ദ്രത്തെ അറിയിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.